എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. അത് അറിയാമോ? എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കായിരുന്നു. അതെല്ലാവരും മനസ്സിലാക്കണം. ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ. എനിക്ക് ഞാൻ പറഞ്ഞുകൂടെ വരുന്നല്ല. ഞാൻ കാര്യം പറഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നത് ഷാനവാസിക്കയും ജിഷൻ ചേട്ടനാണ്. നമ്മളൊക്കെ നോക്കിയിരുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഇന്നലെ പൂരി ഉണ്ടാക്കി കഴിച്ച പൂരി ഉണ്ടാക്കാന്ന് പറഞ്ഞതായിരുന്നു എനിക്കറിയില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. യെസ്, എല്ലാവരും ഇന്ന് സാറ്റർഡേ രാത്രി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് കാത്തിരിക്കാതിരിക്കാം. നോർമൽ കണ്ടീഷനിൽ ശനിയാഴ്ചകളിൽ ഡ്രൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇരിക്കാറ് ഇതിന് മുന്നുള്ള എല്ലാ സീസണുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ബാക്കിയുള്ള 5 ദിവസം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കോണ്ടന്റ് ഒക്കെ കൊടുത്ത് ഇന്ന് മര്യാദയ്ക്കൊരു സൗഹാർദ്ദപരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് സാധാരണ പോവാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം സീസണിൽ അതിനുള്ള കണ്ടസ്റ്റൻസ് അവരെത്തിയിരിക്കുന്നത് ഒന്ന് ടാസ്ക് കൊളാക്കാൻ, അടികൂടാൻ, പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ പേരിൽ അടികൂടാൻ. അതായത് ഇപ്രാവശ്യം സീസണിൽ ഫുഡാണ് ഏറ്റവും വലിയൊരു വിഷയം. എനിക്ക് തോന്നുന്നു ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്, അത്യാവശ്യത്തിനുള്ള ഫുഡൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഭക്ഷണത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അടിപിടി. ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കേസുണ്ട്. അടുക്കള എന്ന് പറഞ്ഞാൽ അത് അടിക്കളമല്ല, വളരെ അടുക്കള എന്ന് പറഞ്ഞാൽ അത്രയധികം നല്ല അടുക്കും ചിട്ടയായിട്ട് പെരുമാറേണ്ട ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് അടിപിടി കൂടരുത് എന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും അടുക്കള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന ഒരു സീസണാണിത്. ഇപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. കാരണം അടുക്കളയിൽ കാപ്പിപ്പൊടിയും ഭക്ഷണവും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ വന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇപ്പോൾ അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു? നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടല്ലോ, അത് അനുമോളും ആദിലും തമ്മിൽ ഭക്ഷണത്തെ ചൊല്ലി സംസാരിക്കുന്നതിൻ്റെ ചെറിയൊരു പോർഷനാണ് കേട്ടോ. അതായത് ഇന്നലെ രാത്രി അവിടുത്തെ ബിഗ് ബോസ് ഹൗസിലെ ഖടാഖടിയന്മാരും പെങ്ങളോട്ടി അനുമോളും കൂടിയിട്ട് രാത്രി കാപ്പി കുടിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു കശപിശ, സത്യം പറഞ്ഞാൽ അതൊരു പ്രാങ്ക് ആയിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിപ്പെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റ് വല്ല പണിയും തരും, ഹോട്ട്സ്റ്റാർ വല്ല പണിയും തരും എന്ന് നമ്പുരാനറിയാം, അത് വേറെ കഥ. എന്തായാലും ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു, ഒരു പ്രാങ്ക് ആയിരുന്നു. എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യമായിട്ട് ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കോണ്ടൻറ്റ് ഇവർ തന്നു സീരിയസ് ആയിട്ട്. കാരണം വെച്ചാൽ അതിൽ അഭിലാഷും ജിഷിനും ബാക്കി കൂടെ അഭിനയിച്ചിട്ടുള്ള സഹ നടന്മാർക്കും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാതെ വയ്യ. പ്രത്യേകിച്ച് അഭിലാഷും ജിഷിനും. അഭിലാഷാണ് എനിക്ക് എന്നും കൂടി നന്നായിട്ട് തോന്നിയത്. എനിക്കത് ഭയങ്കര എൻ്റർടൈനിങ് ആൻഡ് ഒരു പ്രാങ്ക് ആയിരുന്നു. ആ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്രാങ്ക് ആയിരുന്നു, ഒരു നിലവാരം ഉണ്ടായിരുന്നു ഒരു പ്രാങ്കിന്. ആ ഒരു പ്രാങ്കിൻ്റെ പകുതിക്ക് വെച്ച് ബിഗ് ബോസും ആ ഒരു പ്രാങ്കിൽ പങ്കുചേരുന്നു. ബിഗ് ബോസ് വരെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതോടുകൂടി അവരവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ളത് അല്ലേ? അതിനെക്കുറിച്ച് അപ്പോഴൊന്നും സംസാരം ഉണ്ടായിരിക്കില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ലാലേട്ടൻ എപ്പിസോഡിൽ വരുന്ന സമയത്തായിരിക്കും ഇത് റിവീൽ ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ് നമ്മളൊക്കെ ഇരുന്നത്. ഞാനും അതന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ വിഷയം നടന്നതിൽ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അനുമോളും ഉണ്ട് അതിൽ. കാരണം വെച്ചാൽ ഇന്നലെ ഇവരെല്ലാവരും കൂടി കാപ്പിട്ട് കുടിച്ച സമയത്ത് അനുമോളും കൂടി അതിൽ ഇൻവോൾവ് ആണ്. അനുമോൾ എന്ത് പണി കാണിച്ചു? അനുമോള് കിച്ചൺ ടീം ക്യാപ്റ്റൻ അല്ലേ ബിന്നി അല്ലേ? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കിച്ചൺ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ബിന്നിയോട് അനുമോള് എല്ലാ കാര്യങ്ങളും പോയി സംസാരിച്ചു, തുറന്നു പറഞ്ഞു. അത് ആരോടാ പറഞ്ഞിരിക്കുന്നത്? ബിന്നിയോട്. ഇതൊരു പ്രാങ്കാണ്, ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അനുമോള് പോയി പറയാൻ പാടുമോ? എനിക്കിതാ ചോദിക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രേക്ഷകരായ നിങ്ങളോട് ചോദിക്കുന്നു. ഇങ്ങനൊരു പ്രാങ്ക് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. നമ്മൾ എൻ്റർടൈൻ ആവാതിരിക്കുക എന്തോ ആയിക്കോട്ടെ, ഒരു സംഭവം എല്ലാവരും കൂടി ഒപ്പിച്ച് വെച്ചിട്ട് അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഇതിന് മുന്നേ വെളിപ്പെടുത്തിയത് ശരിയായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഒരു പ്രാങ്ക് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഒരുമിച്ച് റിവീൽ ചെയ്യണം. അതിൻ്റെ ഒരു മനോഹാരിത ഞാൻ പറയാണ്. ഓക്കെ, എന്തായാലും ഗെയിമാണ്, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം. പക്ഷെ അതൊരു ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നില്ല, പക്ഷെ ഒരു പ്രാങ്ക് ആയിരുന്നു. പക്ഷേ ഇതിൽ വലിയൊരു വിഷയം ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലേക്കും വരാം. ഇതിൽ വലിയൊരു വിഷയം ഇൻവോൾവ് ആയെന്ന് വെച്ചാൽ
തലേ ദിവസം രാത്രി എല്ലാവർക്കും കിട്ടേണ്ട ഒരു ഭക്ഷണമായിട്ടുള്ള കാപ്പിയാണ് ഇവരെല്ലാവരും കൂടി കട്ട് കുടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കുടിക്കാവുന്ന സാധനം കുറച്ച് പേര് മാത്രം കുടിച്ചു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതിൽ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി, ബിന്നി കുത്തിത്തിരിപ്പ് അല്ലേ, ബിന്നി കുത്തിത്തിരിപ്പ് ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ ഇപ്പോൾ ബിന്നിക്ക് കുത്തിത്തിരിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനം ബിന്നിയുടെ കയ്യിലേക്ക് കിട്ടി. കൂടെ നെവീനുണ്ട്. അവിടെ ഗാർഡൻ ഏരിയയിൽ ബ്ലൈൻഡ്സ് ഇടായതുകൊണ്ട് അപ്പുറത്ത് നൂറ ഇരിക്കുന്നുണ്ട്. അനുമോൾ ഇപ്പോൾ അവിടെ നീറ്റ് പോയിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള കുത്തിത്തിരിപ്പും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നെവിനിലൂടെ ബിന്നി അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ബിന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ കാണുമല്ലോ, കുറച്ച് കൂടുതൽ മാർക്കൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുട്ടി. നിങ്ങളുടെ കൂടെ ആരെങ്ങനെ പഠിച്ചവരുണ്ടോ? നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടോ സംശയമുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും കാണുന്നെങ്കിൽ വിഷയമാവും. കാരണം വെച്ചാൽ മറ്റവന് കൂടുതൽ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ മറ്റവൻ ക്ലാസ്സിൽ ഒന്നും കൂടി ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് ഇതിലൊന്നും ബന്ധമില്ലാത്ത വേറൊരുത്തനെ ഇളക്കി വിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി സ്വയം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നിലവാരത്തിലാണോ ബിന്നി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബിന്നി ആ രീതിയിലുള്ള സംസാരമാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. കാരണം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് കട്ട് തിന്നുന്നത് നെവിൻ്റെ ഒരു കേസാണ്. നെവിൻ അറുബോറൻ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര അരോചകമാണ് അവൻ്റെ എല്ലാം. ഇപ്പോഴും അവൻ്റെ ആട്ടം നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഇവൻ ഒരു പരിധിവരെയൊക്കെ ഇവൻ്റെ ആദ്യം എൻ്റർടൈൻമെൻ്റ് എന്നുള്ള കണ്ടീഷനിൽ ഇവനെ ഞാൻ എൻ്റർടൈനർ എന്നുള്ള കണ്ടീഷനിൽ ഇവൻ്റെ ആക്റ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഭക്ഷണത്തിനോട് ഇത്രയധികം ആക്രാന്തമുള്ള ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോനകത്ത് ചെന്നിട്ട് ഇവൻ്റെ ഓരോരുത്തർക്കും പല ഫോട്ടോ ഉണ്ടായിരിക്കും, ഓരോരുത്തർക്കും പല ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. ഇവൻ്റെ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഭക്ഷണം കൂടി കട്ടടിക്കുന്നതാണ് ഇവൻ്റെ പരിപാടി. രാത്രി പോയിട്ട് ചോറുണ്ടോണ്ട് കുക്കീസ് ഉണ്ടാക്കി തിന്നുക, ലാലേട്ടം വന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയി ചോറ് തിന്നുക. ഇതൊക്കെ ക്യൂട്ട്നെസ് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി റിയലി സോറി ഫോർ ദിസ്, എനിക്കത് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെവിൻ്റെ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുട്ടെടുത്ത വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ അവിടെ കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ്, കുറച്ച് ഘടാഘടിയന്മാരെല്ലാവരും കൂടി രാത്രി പോയി കാപ്പി ഇട്ട് കുടിച്ചതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? അനുമോള് അവിടെ പോയി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് അവിടെ ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം. വേറെ ഒരു കോമഡി കാര്യം കൂടി പറയട്ടെ കൂട്ടത്തിൽ കേട്ടോ, ലൈവ് കാണാത്തവർക്കായിട്ട് പറയണം. അതായത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സോഫ സെറ്റിൽ ഇരിക്കുന്നു. ആ ഒരു പുറത്തിങ്ങനെ മറ്റേ ആ ഒരു ബീൻ ബാഗിൽ ഇരിക്കുന്ന സമയത്ത് അക്ബർ ഭക്ഷണം കഴിക്കണേ. അതിൽ അക്ബർ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അനുമോളോടൊരു കാര്യം പറയുന്നുണ്ട്, നീ അതിന് വിളിക്കാത്ത കല്യാണത്തിന് കാശ് വാങ്ങിപ്പോയ ആളല്ലേ എന്ന് വയ്ക്കുന്നുണ്ട്. തമാശയാണ് കേട്ടോ അതൊക്കെ, തമാശ രൂപത്തിൽ അനുമോളെന്ന് ചോദിക്കുന്നത്, നീ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് കാശ് പോയി അതൊന്നുമില്ല. നീ പോയി എന്ന് എനിക്കൊന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. നീ പോയിട്ടുള്ള അവിടെ ആളുടെ ചെക്കൻ്റെ പേരും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും, നീ മര്യാദയ്ക്ക് നിന്നോ എന്ന് അനുമോളോട് പറഞ്ഞ സമയത്ത് അതിൽ ചോദിക്കുന്നത്, നീ ശരിക്കും അങ്ങനെ പോയിരുന്നു? അത് എന്നെ വിളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് നീ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അതായത് അനുമോള് കാശ് വാങ്ങിയിട്ട് അങ്ങനെ അനുമോള് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോമഡി ഫണ്ണായിട്ട് എടുത്തു. അനുമോൾ അതിൻ്റെ പേരിൽ തെറ്റിപ്പോവുക, പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ ഒന്നും ചെയ്തില്ല. വളരെ ഒരു നോർമലായിട്ട് എടുക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ വന്നു. ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയേണ്ടത് ലക്ഷ്മിയുടെ കാര്യം കൂടി സംഗതി പറയട്ടെ. ബിന്നി പെട്ടെന്ന് ഓർത്ത് പറഞ്ഞില്ലെങ്കിൽ മിസ്സായി പോകും. അതായത് ലക്ഷ്മിയും ബിന്നിയും, ലക്ഷ്മിയുടെ കേസ് ഞാൻ ആക്ച്വലി മിക്സപ്പ് ചെയ്യാൻ പാടില്ല, എന്നാലും പറയട്ടെ, മിസ്സാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലക്ഷ്മിയും ബിന്നിയും അവിടെ എന്താ പറയുക, എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ആ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് നടക്കുന്ന രണ്ട് സെക്യൂരിറ്റിയോ പോലീസോ എന്താ പറയുക, ക്ലാസ് ലീഡറോ സ്കൂൾ ലീഡറോ, ഒരു സ്കൂൾ ലീഡർമാരാണോ രണ്ടെണ്ണം. ഒന്ന് ഈഗോ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ലക്ഷ്മി അവിടെ എല്ലാ പഠിപ്പിലും ഉഷാറായിട്ട് നടക്കുന്ന ഒരു സ്കൂൾ കുട്ടി, പഠിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻ വേണം, ഇതവിടെ വേണം, അതിൽ മാത്രം ഡിസിപ്ലിൻ. അത് കണ്ടസ്റ്റൻ്റ് അല്ല, ഒരു മത്സരാർത്ഥി അല്ലാതെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും നോക്കണം, ആ കറക്റ്റല്ല, ഇവൻ ചെയ്ത് കറക്റ്റല്ല, അവൻ ചെയ്ത് കറക്റ്റല്ല, അല്ലെ അവൻ ചെയ്ത് തെറ്റാണ്, ഇവൻ ചെയ്ത് തെറ്റാണ്, നീ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറയുന്ന വൃത്തി കെട്ടിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അരോചകം ഫീൽ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് എനിക്കിപ്പോൾ ലക്ഷ്മിനെ ഫീൽ ചെയ്യുന്നത്. കാരണം ലക്ഷ്മിയുടെ ഇടപെടലുകളും സംസാരം എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു ഫൺ ഇതായിട്ടുള്ള എന്തൊക്കെയോ ആർട്ടിഫിഷ്യലായിട്ട് അവരെന്തൊക്കെയോ ആണ് ജീവിതത്തിൽ എന്ന് കാണും. എനിക്കതൊരു ഒരു പക്ഷേ ലൈഫിൽ ഇവരൊരു ഒരു ഇതൊന്നും അല്ലാത്ത ഒരാളെ സംശയം കിട്ടും. എനിക്ക് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഞാൻ എന്തോ എല്ലാം തികഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടത്തുന്ന പക്ക മിയ എന്നല്ല പറയുക അറബിയിൽ 100 മിയ ആയിട്ട് നടത്തുന്ന
ഒരു വ്യക്തിയാണ് എന്നുള്ള കണ്ടീഷനിലാണ് ലക്ഷ്മിയോട് ഒന്ന് സംസാരിക്കുക. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നല്ലോ കേട്ടോ, സോറി ഫോർ ദാറ്റ്, ഡിവേറ്റ് ചെയ്ത്. ഇനി തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ അക്ബറിൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വേറെ വഴിക്കാൻ പോലെ കേട്ടോ, സോറി ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും അക്ബർ ഇത് പറയുന്നു, അക്ബർ അനുമോളോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പോകുന്നില്ലേക്ക്. അപ്പോൾ അനുമോൾ പറയുന്നത്, അനുമോൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്കല്ല കല്യാണങ്ങൾക്ക് പോകാറുണ്ട്, അവിടെ ചെന്ന് കല്യാണ ചെക്കനോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ രൂപത്തിൽ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് അക്ബർ ഷാനവാസിനോട് പറഞ്ഞ് നിർത്താറുണ്ട്, ഞാൻ തമാശയ്ക്കൊന്ന് എറിഞ്ഞു പോയതാണ്, എനിക്ക് അനുമോളുടെ ഒരു കാര്യം അറിയില്ല, എനിക്ക് അനുമോളുടെ സംഭവം തന്നെ അറിയില്ല, ഞാൻ തമാശയ്ക്കൊന്ന് എറിഞ്ഞു നോക്കിയതാണ് ഇതുപോലെ കല്യാണത്തിന് പോകുന്ന കേസ്, പക്ഷെ സംഭവം അനുമോൾ ആ കൊത്തിൽ വീണു. ഒരു തമാശ രൂപത്തിൽ കണ്ടിട്ടുള്ള ഒരു ആക്റ്റാണ്. ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുള്ള എപ്പിസോഡിൽ കാണിക്കുമെന്നുള്ളത് അറിയില്ല, പക്ഷേ കുറച്ച് ഫൺ മൊമെൻറ്റ്സും കൂടി നമുക്ക് കാണികൾക്ക് വേണ്ടേ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു വന്നല്ലോ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള തെറ്റ്, മറ്റുള്ളവർ പറഞ്ഞ പ്രകാരമുള്ള ഏറ്റവും കൂടുതൽ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് അവിടെ ഒരു പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ അറിയാതെ ഒരു ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ട് നടക്കുക, അതിൻ്റെ ആക്ടിൻ്റെ കണ്ടിന്യൂഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു അനുമോൾ ഈ ഒരു സംഗതി അവിടെ പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടൻ വരുന്ന സമയത്തായിരിക്കാം ഈ ഒരു സീന് കാണിച്ചിട്ട് ഇത് പ്രാങ്കാണെന്ന് മനസ്സിലാക്കുന്നതും. കാരണം ബിഗ് ബോസ് പോലെ ഇടപെട്ട് കൺഫെഷൻ എന്നുള്ളൊരു കണ്ടീഷനിൽ പോയതല്ലേ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അനുമോൾ ചെയ്ത ആക്ടിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല പേഴ്സണലി. കാരണം എന്താ വെച്ചാൽ ആ ഒരു എല്ലാവരും കൂടി പ്രാങ്ക് ചെയ്ത സമയത്ത് ഒരാൾ മാത്രം പോയിട്ട് മറ്റാരോട് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അനുമോൾ പറഞ്ഞ് എനിക്ക് അവളോട് ആത്മാർത്ഥമുണ്ട്, അവൾ എന്നെയാണെന്ന് നോക്കാൻ, അതായത് സത്യം പറഞ്ഞാൽ അനുമോളുടെ കേസ് എത്രയാണ്, ഈ കാപ്പിപ്പൊടി നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അനുമോളടുത്താണ് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ അനുമോളും കൂടി ഈ ഒരു സിറ്റുവേഷനിൽ ഭാഗമായി കഴിഞ്ഞാൽ അനുമോൾ അത് കള്ളിയായി പോയില്ലേ. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന അനുമോൾ എന്ത് ചെയ്യണമായിരുന്നു, അങ്ങനത്തെ തോട്ട് അനുമോൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അവർ 7 പേര് ഇത് എടുക്കുന്ന സമയത്ത് തന്നെ അനുമോൾ ഒബ്ജക്റ്റ് ചെയ്യണ്ടേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അത്ര വിദഗ്ധമായിട്ടൊന്നും, കാരണം അത്ര വലിയൊരു വിഷയമല്ല, ഒരു ചീഞ്ഞ കേസ് ആയതുകൊണ്ട് അങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി. അപ്പോൾ എന്തായാലും അനുമോൾ ഇന്ന് പറഞ്ഞ സംഭവം അവിടെ വളരെ സീരിയസ് ആയിട്ട് അത് കത്തിയിട്ടുണ്ട്. വളരെ ബിഗ് പ്രോബ്ലത്തേക്ക് ബിഗ് ബോസ് ഹൗസ് ഇനി പോകാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ പേരിൽ പണ്ടെവിടെ പറയില്ലേ, ഇനി മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറയില്ലേ അല്ലേ, നമ്മളങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതേപോലെ ബിഗ് ബോസ് ഹൗസിൽ ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അടി പൊട്ടാൻ പോകുന്നത് ഫുഡിൻ്റെ പേരിലാണ്. എനിക്കതാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ബിന്നി അത്യാവശ്യം നല്ല രീതിയിൽ നെവിനും ട്രിഗർ ചെയ്തിട്ട് നെവിൻ തിരിച്ച് ബിന്നിനും ട്രിഗർ ചെയ്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ അടുത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ അവിടെ നിന്നുള്ള മുട്ട കട്ടടിക്കും. ഇപ്പോൾ പുറത്തെല്ലാവരും കൂടി പിടിച്ചിരുത്തിയിട്ട് ഉള്ളിൽ ബ്ലൈൻഡ്സ് ഇടാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആ മുട്ട കട്ട് തിന്നും, ഞാൻ അവരെ മുന്നിൽ കൊണ്ടുവച്ച് തിന്നും, എൻ്റെ മുന്നിൽ നിന്ന് തെണ്ടികളാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള തെണ്ടികളാണ്. നെവിൻ്റെ ഒരു തരം ഭാഷ ഉണ്ട്, എനിക്കത് അരോചകമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരോചകമായിക്കൊള്ളുന്നില്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് അവൻ്റെ ആ ഭാഷയും കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, അതേമാതിരി കണക്കൂട്ടിയാൽ മതിട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ നെവിൻ അത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നെവിൻ, അതായത് കട്ട് തിന്നുന്ന ആ പ്രശ്നത്തിന് നെവിൻ എത്രയധികം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ അതിനുള്ളിൽ കയറി കട്ട് തിന്നു. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു ഗെയിം എനിക്കതിലൊന്നും അഭിപ്രായം പറയാനില്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ തെറ്റോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇവൻ നെവിൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവൻ എല്ലാ ഭക്ഷണവും കട്ട് തിന്നും, എല്ലാവർക്കുള്ളതും കൊടുക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തോ പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൊരു കേസുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കതിന് ജിഷിൻ മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കേട്ടിട്ടോ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണോ അറിയില്ല. ജിഷിൻ പൂരി ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് പേര് 7 പേര് തന്നെ ആരും അറിയാതെ പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. തലേ ദിവസം രാത്രി തന്നെയാണോ എന്നറിയില്ല, പിന്നെ ഞാൻ രാത്രിത്തെ കേസാണെന്ന് അറിയില്ല. പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഈ പൂരി ഉണ്ടാക്കി കഴിച്ചതും അനുമോൾക്ക് അറിയാം, പക്ഷേ ബിന്നിക്ക് അറിയില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൂരി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള കേസും കൂടി അനുമോൾ ബിന്നിനോട് പറയാൻ നിൽക്കുകയായിരുന്നു. അതഞ്ഞ് ബിന്നിക്ക് വേറെയുള്ള രീതിയിലും ഇത് അറിഞ്ഞോ എന്നുള്ളത് അറിയില്ല. അനുമോൾ ഏതായാലും പറയാൻ നിൽക്കുകയായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ അനുമോൾ ഈ സംഗതി പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയൊരു വിഷയമാവും എന്നുള്ളത് അവിടെ നൂറന് പറഞ്ഞു. നീ ഒരു കാരണവശാലും നീ അത് പറയാത്തത് നന്നായി, അറ്റ്ലീസ്റ്റ് കാപ്പിയല്ലേ അത് പോട്ടെ എന്ന് വിചാരിക്കാം. കാരണം വെച്ചാൽ 7 പേര് കാപ്പിയിട്ട് കുടിച്ചു എന്നുള്ള വിഷയമല്ലേ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ബിന്നി അവിടെ ഒരു കാര്യം പറയുന്നത്, കിച്ചൺ ടീമിന് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് ഉണ്ട്. ബിന്നിക്ക് കിച്ചൺ ടീമിന് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് ഉണ്ടോ എനിക്കറിയില്ല. ഭക്ഷണ കാര്യത്തിൽ കിച്ചൺ ടീമിന് പ്രിവിലേജ് ഉണ്ട്, അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ലെക്ക് വന്ന വിഷയമല്ല. നമ്മളെ വീട്ടിലെ കിച്ചൺ എന്നല്ലല്ലോ, അവരവിടെയല്ല നമ്മൾ റിവ്യൂ അല്ലേ ചെയ്തത്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു പൂരി ഉണ്ടാക്കി കഴിച്ച വിഷയം അറിഞ്ഞിട്ടില്ല. കാരണം അവർ പറയണമെന്ന് വെച്ചാൽ ഇത്ര 7 പേർക്ക് പൂരി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ചപ്പാത്തിയാണ് ഉണ്ടാക്കിയതെങ്കിൽ എല്ലാവർക്കും ചപ്പാത്തി കൊടുക്കാമായിരുന്നു. ഒരു ദിവസം രാവിലെ എല്ലാവരും കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ് ജിഷൻ പൂരി ഉണ്ടാക്കി കഴിച്ചതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമോൾ പറയുന്നുണ്ട്. നൂറ് പറയുന്നുണ്ട് എന്തായാലും നീ ഇതും കൂടി പറയാത്തത് നന്നായി, പറഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് ആയത്. പക്ഷേ അനുമോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, നീ അങ്ങനെ ചിന്തിക്കേണ്ടേ. കാരണം വെച്ചാൽ നീ പറയാൻ പോകുന്നത് ബിന്നിനോടാണ് എന്ന് പറയേണ്ടത്. ബിന്നി കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കില്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറി ഇടപെട്ട് വളരെ ഗൗരവകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ് ബിന്നി. ഇതാണ് എനിക്ക് പേഴ്സണലി ബിന്നിനെ കുറിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും
എന്തായാലും ഈ ഒരു വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട്. തമാശ രൂപത്തിൽ അവർ ചെയ്തിട്ടുള്ള ഇന്നലെ രാത്രി ചെയ്തിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് ഇന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രാങ്ക് ഭയങ്കര സീരിയസ് വഴക്കിലേക്ക് പോകാൻ പോകുന്നു. ഇതാണ് ബിഗ് ബോസ്. യെസ്, വി അണ്ടർസ്റ്റാൻഡ് ടോട്ടലി. ഇതാണ് ബിഗ് ബോസ്. ഈ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പോകേണ്ടത്. പൊതുജനം പലവിധം പൊതുജനങ്ങളടയുന്ന പലവിധം ക്യാരക്ടേഴ്സുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ച് ഒന്നും അറിയാതെ, ലോകത്തിന് ഗതി അറിയാതെ ഇങ്ങനെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്ന സമയത്ത് ഇതെല്ലാം അതിൻ്റെ അപ്പുറം ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ടൈം തെറ്റിക്കുക, മനുഷ്യൻ്റെ സമയം തെറ്റിക്കുക, പിന്നെ കൺഫൈൻമെൻറ്റ്, അതായത് ഒരു സ്ഥലത്ത് പൂട്ടിയിടുക. ഈ രണ്ട് സംഭവം വരുന്ന സമയത്ത് മനുഷ്യൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റില്ല. ആ റിയാക്ട് ചെയ്യുന്നത് ക്യാപ്ചർ ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുക, നമ്മുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഷോ ആണ് ബിഗ് ബോസ്. ആ സംഭവത്തിൽ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന വ്യക്തികൾക്കും കൂടി തോന്നണം അല്ലേ, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത്. യെസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടില്ല, ലൈവിൽ കണ്ടത് പ്രകാരം ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നല്ലോ കേട്ടോ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് ഏതെങ്കിലും മിസ്സായി പോയോന്നറിയില്ല, അങ്ങനെ എന്തെങ്കിലും. യെസ്, ഒരു കാര്യം മിസ്സായി, ഡെഫിനറ്റ്ലി യെസ്. നിങ്ങൾ എത്ര പേര് കണ്ടു ഒനിയിലും ജിസേലും തമ്മിൽ സംസാരിക്കുന്നത്? ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്ലഡി തെണ്ടികൾ സംസാരിക്കുന്നത് ഏകദേശം 8 മിനിറ്റ് 10 മിനിറ്റ് മലയാളം ഇംഗ്ലീഷിലാണ്. ഒനിയിൽ ഭക്ഷണത്തിന് കാര്യം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത്, പക്ഷേ ഒനിയിൽ സംസാരിക്കുന്ന നല്ല ക്വാളിറ്റി ടോക്കാണ് കേട്ടോ. ഒരുപാട് ലോകം കറങ്ങിയിട്ടുള്ള ഒരുപാട് വിവരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ കാര്യമാണ് അവൻ പറയുന്നത്. കബാബ് ഉണ്ടാക്കുന്നത് ഫോർ എ ടൂത്ത്ലെസ് നവാബ്, അതായത് പല്ലില്ലാത്ത നവാബിന് വേണ്ടിയിട്ടാണ് കബാബ് ഉണ്ടാക്കുക. അത് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഒനിയിൽ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒനിയിൽ പറയുന്നത് കംപ്ലീറ്റ് ജിസേലിനോട്. ജിസേലാണ് പിന്നെയും കുറച്ചെങ്കിലും മലയാളത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൽ പറയുന്ന ജിസേലിനോട് ഇവൻ ഒനിയിൽ കയറിയിട്ട് ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം. എത്രത്തോളം അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ? ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായം ഹോട്ട്സ്റ്റാറിൽ വളരെ കൃത്യമായിട്ട് പറയൂ. ബിഗ് ബോസിന് പട്ടി വില കൊടുക്കുന്ന കുറേ കണ്ടസ്റ്റൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം സാബുമോനും കൂടി ഇതിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാബുമോൻ ടോപ്പി പിടിച്ച് മുറി ഇംഗ്ലീഷ് വെച്ചിട്ട് കച്ച ഇങ്ങനെ ഇരുന്ന് കാച്ചുന്ന സമയത്ത് അത്രയും ബോറടിക്കുകയാണ്. ഞാനത് പ്ലേ ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാ പ്ലേ ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. പക്ഷെ എന്താ ഇപ്പോൾ ഇത് കഥ? എന്താ പേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എന്ത് ടീംസ് അത്? ഒരു ഇംഗ്ലീഷ്. എനിക്ക് തോന്നുന്നു ആ ഒരു നിമിഷത്തിൽ ആ ഒരു ടി വി ഓൺ ചെയ്തിട്ടുള്ള ശരാശരി വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടച്ഛൻ കാണാൻ വന്നു കഴിഞ്ഞാൽ അവർക്കിത് മലയാളം ബിഗ് ബോസ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ കണ്ണിന് കുറച്ച് കാഴ്ച കുറവുള്ള ആളാണെന്ന് ഒറ്റടിക്ക് വിചാരിക്കുന്നത് ഇംഗ്ലീഷ് ബിഗ് ബോസ് ആണെന്ന്. കാരണം അതിൻ്റെ അടുത്ത് വരുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്, ഹിന്ദിയാണ്, പിന്നെ ഇൻഷാ അല്ലാ, പിന്നെ എന്തൊക്കെയാ മത്ലബ്, ഈ വക സാധനങ്ങൾ മാത്രമേ. അത് ചെറിയ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തിരക്കടില്ല, കംപ്ലീറ്റ് ആയിട്ട് പറയണം എന്നത് ശാഠ്യം പിടിക്കണമെന്നില്ല നമ്മൾ. പക്ഷേ കഴിയുന്നതും മലയാളത്തിൽ 8 മിനിറ്റൊക്കെ അടുപ്പിച്ച് മലയാളം അല്ലാണ്ട് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കാറുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിടത്ത് അതിനുള്ളിൽ കിടന്ന് ഗൗരവം കാട്ടി ആ ശബ്ദം ഉണ്ടാക്കി നടക്കുന്ന ആ മനുഷ്യന് 10 പൈസയുടെ വില ഈ കിഴങ്ങന്മാർ കൊടുക്കുന്നില്ല. അത് മാത്രമേ പറയാനുള്ളൂ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 10 പൈസയുടെ വില ഇല്ലാത്തൊരു വ്യക്തിയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. യെസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.